إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ, അവൻ്റെ കൽപ്പനാ നിരോധനങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന അവൻ്റെ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മോട് ചോദിക്കുകയാണ്, നിന്നെ ഒരു മിനിറ്റ് നേരം ഞാനൊന്ന് നുള്ളട്ടെ, അങ്ങനെ നുള്ളാൻ നീ സമ്മതിച്ചു തരികയാണെങ്കിൽ ആ ഒരു മിനിറ്റിന് ശേഷം നിനക്ക് നീ ആവശ്യപ്പെടുന്നത് എന്തും തരാൻ ഞാൻ തയ്യാറാണ്. ഒരു റോൾസ് റോയ്സ് കാർ വേണോ, അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള 10 കോടിയിലധികം വില വരുന്ന ഒരു മണിമാളിക വേണോ, നീ ചോദിക്കുന്ന അത്ര സ്വർണം വേണോ, എന്താണ് നിനക്ക് വേണ്ടത്, അത് തരാൻ ഞാൻ തയ്യാറാണ് എന്നൊരു സുഹൃത്ത് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അതിനെ വിസമ്മതിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ചെറിയ ഒരു സമയത്തെ പ്രയാസം അനുഭവിച്ചാൽ ലഭിക്കാനിരിക്കുന്നത് വലിയ നേട്ടമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിസമ്മതിക്കാറില്ല. ചെറിയ കുട്ടികളെ വളർത്തുമ്പോൾ അവരെ പലപ്പോഴും മുകളിലേക്ക് എടുത്തുയർത്തുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഉയർത്തുന്നത് ശരിയല്ല എങ്കിലും അങ്ങനെ മുകളിലേക്ക് പൊക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പേടി നമ്മൾ പുറത്ത് കാണാറുണ്ട്. മുകളിൽ എയറിലായിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ മുഖത്ത് വലിയ ഭയം വിടരുമെങ്കിൽ ശേഷം എപ്പോഴാണോ തൻ്റെ പിതാവിൻ്റെ സുരക്ഷിതമായ കൈകളിൽ ആ കുട്ടി എത്തുന്നത്, അപ്പോൾ നിറഞ്ഞ പാൽ പുഞ്ചിരി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഈ ദുനിയാവിലെ ജീവിതം അത് പലപ്പോഴും പല സമയത്തും പല തോതിലും പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. പലപ്പോഴും നമ്മൾ നിരാശരാകാറുണ്ട്, പേടി നമ്മളെ ബാധിക്കാറുണ്ട്. എന്നാൽ നാം ഏവരും അള്ളാഹുവിൽ നിന്ന് വന്നവരാണ് എന്ന ബോധ്യമുള്ള ആളുകളാണെങ്കിൽ, തിരിച്ച് അള്ളാഹുലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ, ആ കുട്ടി എയറിലായിരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ ഭയം പോലെയുള്ള വികാരങ്ങൾ അത് നശ്വരമാണെന്നും അത് നിസ്സാരമാണ് എന്നും
നാളെ നമ്മെ കാത്തിരിക്കുന്നത് സ്വർഗമാണ് എന്നുമുള്ള പ്രതീക്ഷയായിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മനുഷ്യരായ മുഅ്മിനീങ്ങളായ മുസ്ലിം സമുദായത്തിലെ മുസ്ലിം ഉമ്മത്തിന് പലപ്പോഴും നഷ്ടം സംഭവിക്കുന്ന ഒരു ചിന്തയാണ് ഇത്തരത്തിൽ നാം ഏവരും മരണപ്പെടേണ്ടവരാണ്, പരലോകം നമുക്ക് വരാനിരിക്കുന്നുണ്ട് എന്ന ബോധ്യം പലപ്പോഴും നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ അവൻ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും, ഓരോ ദുഃഖങ്ങളും, ഓരോ പ്രയാസങ്ങളും, ഓരോ ബേജാറുകളും, മനസ്സിനെ മടുക്കുന്ന അല്ലെങ്കിൽ നമ്മെ അത്രമേൽ ബാധിക്കുന്ന ഓരോ ചെറിയ സങ്കടങ്ങൾ പോലും അത്രമേൽ നമ്മെ ബാധിക്കാറുണ്ട്. പണ്ടൊക്കെ മുസ്ലിം സമുദായം എന്നാൽ അവർ കുറച്ച് ആത്മവിശ്വാസമുള്ള ആളുകളായിരുന്നു. കാരണം അവർക്കൊന്നിനെയും പേടിക്കാനുണ്ടായിരുന്നില്ല. മരണം അതെപ്പോഴും കടന്നു വരാം, അതിനുശേഷം ഒരു ലോകമുണ്ട് എന്നും ആ ലോകമാണ് യാഥാർത്ഥ്യമെന്നും അനശ്വരമെന്നും ശാശ്വതമെന്നും വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ ദുനിയാവിലുള്ള പ്രയാസങ്ങൾ എങ്ങനെയാണ് അവർ വേട്ടയാടുക? ആ രൂപത്തിൽ നമ്മെ ട്രെയിൻ ചെയ്ത് പലപ്പോഴും മദ്രസ സംവിധാനങ്ങളിലൂടെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ, നവോത്ഥാന നായകന്മാർ ഹുത്തുബകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മെ ഉത്ഭുതരാക്കിയിരുന്നു. എന്നാൽ ഇന്ന് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്കും മാനസികമാവട്ടെ ശാരീരികമാവട്ടെ ആ പ്രയാസത്തിൽ മനം മടുത്തുകൊണ്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന, ഈ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട്. ആത്മഹത്യകളുടെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്ത് ഓരോ വർഷവും 7 ലക്ഷത്തിലധികം ആളുകൾ ആത്മഹത്യ ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് ഇന്ത്യയിലാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ ആത്മഹത്യകളുടെ ഒരു ട്രെൻഡ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ കേരളത്തിൽ 8700ഓളം ആത്മഹത്യകൾ യുവാക്കൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള യുവാക്കളുടെ ആത്മഹത്യകളാണ് കഴിഞ്ഞ 5 വർഷമായി 8000ഓളം വരുന്നു എന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ തന്നെ 2000ഓളം ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നു എന്നതാണ്. അതിൽ തന്നെ നമ്മെ വേട്ടയാടേണ്ട, നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്നത് മുസ്ലിം സമുദായം എങ്ങനെയാണ് ഈ ആത്മഹത്യകളുടെ പട്ടികയിൽ വരുന്നത് എന്നതാണ്. നമ്മുടെ മനസ്സുകളിൽ ചിന്തിക്കേണ്ട, നമ്മുടെ മനസ്സിൽ ആലോചിക്കേണ്ട ചില വിചാരങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോകുമ്പോഴാണ് പലപ്പോഴും അത്തരം വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ എത്താൻ സാധ്യതയുള്ളത്. മുസ്ലിം സമുദായം എന്നാൽ ഒരിക്കലും ഇതൊരു പക്ഷേ ഏറ്റവും ഹൈ പ്രൊഫഷണലായിട്ടുള്ള ആളുകളായിരിക്കാം, ഏറ്റവും ഉന്നത വിദ്യാഭ്യാസ വിചക്ഷണരായ ആളുകളായിരിക്കാം. അവർ മുതൽ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വരെ ജീവിതത്തിലൊരു പ്രയാസം വരുമ്പോൾ അത് നേരിടാൻ, അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ചെറിയ പിഴവുകൾ നമുക്ക് സംഭവിച്ചു പോകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് കൊടുങ്ങല്ലൂരിലൊരു വാർത്ത നമ്മൾ കേട്ടത്. ഒരു മുസ്ലിം യുവതി വിവാഹം കഴിഞ്ഞ് തനിക്കൊരു ഒരു വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും നേരിടുന്ന ഗാർഹിക പീഡനങ്ങൾ കാരണം ആ കുട്ടി തൻ്റെ ഉമ്മയ്ക്കൊരു മെസ്സേജ് അയക്കുകയാണ്. ഉമ്മ, ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ്, എൻ്റെ ഈ ആത്മഹത്യക്ക് കാരണം ഇന്ന ആളുകളാണെന്ന് പറഞ്ഞ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് തൻ്റെ ചെറിയ കുട്ടിയെപ്പോലും മറന്നുകൊണ്ട് ഒരു മുഴം കയറിൽ തൂങ്ങിയാടുന്ന ഒരു സാഹചര്യം നമ്മൾ കേട്ടു. കഴിഞ്ഞൊരു വർഷം മുമ്പാണ് ഇവിടെ കൊണ്ടോട്ടിയിൽ തന്നെ തൻ്റെ നിറം കറുപ്പാണ് എന്നതിൻ്റെ പേരിൽ അതിനെ കളിയാക്കിയ, മോശമാക്കി ചിത്രീകരിച്ചതിൻ്റെ പേരിൽ അത്രമേൽ അത് ഫീൽ ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടി മരണപ്പെട്ടത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത്. എന്തുകൊണ്ടാണ് നിസ്സാരമായ ചെറിയ ചില കാരണങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ജീവിതം തന്നെ മടുക്കുന്നത് എന്നതിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ പരലോകത്തെക്കുറിച്ചുള്ള, ഈ ജീവിതത്തിന് ശേഷം ഒരു ലോകം വരാനുണ്ട് എന്നും ആ ലോകം അതാണ് യാഥാർത്ഥ്യമെന്നും പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം. വ്യത്യസ്ത കാരണങ്ങളാണ് ആത്മഹത്യക്ക് വേണ്ടി ഇവരെല്ലാം മുന്നോട്ട് വയ്ക്കാറുള്ളത്. അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ, കടബാധ്യത ഉണ്ടാവുമ്പോൾ, ജോലിയിലൊരു പ്രയാസം നേരിടുമ്പോൾ, ജോലി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുമ്പോൾ, ആ ജോലിയിൽ തന്നെ പല സ്ട്രെസ്സ് വരുമ്പോൾ, മറ്റുള്ളവരുടെ ഒരു ഈഗോ കാരണമുള്ള പല വിഷയങ്ങൾ, സംസാരങ്ങളുമൊക്കെ ഉണ്ടാവുമ്പോൾ, എന്തെങ്കിലും നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മളെ ബോഡി ഷേമിങ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആകാരമോ ശരീരമോ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ഗാർഹിക പീഡനങ്ങളുടെ പേരിൽ, സ്ത്രീധനത്തിൻ്റെ പേരിൽ, ഇതൊന്നുമല്ലാതെ ഈ ജീവിതത്തിനോട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ചില ഒളിച്ചോട്ടത്തിൻ്റെ പേരിലൊക്കെ പലരും ആത്മഹത്യ ചെയ്യാറുണ്ട്. ഈ ആത്മഹത്യ ഇത് പലപ്പോഴും ഒരു വലിയ വിഷയമായിട്ടൊന്നും ഇന്നത്തെ പുതിയ തലമുറ കാണാറില്ല എന്നതും നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. അതെൻ്റെ അവകാശമാണ് എന്ന് പറയുന്ന ആളുകളെ പോലും ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അസിസ്റ്റഡ് സൂയിസൈഡ് എന്നാണ് അവർ പറയുന്നത്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി സൂയിസൈഡ് പോഡ് പോലുള്ള പല മെഷീനുകളും ഉണ്ടാക്കി, നിങ്ങൾക്ക് ജീവിതത്തിലെ പ്രയാസങ്ങൾ നിങ്ങളെ മനം മടുപ്പിക്കുന്നുണ്ടോ എങ്കിൽ വരൂ ആത്മഹത്യ ചെയ്യൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോലും പുതിയ കാലത്തെ പുരോഗമന ലോകം മാറിയിട്ടുണ്ട്. എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ഈ ദുനിയാവ് എന്നത്,
ഇവിടെ കുറച്ച് പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില ദുഃഖങ്ങളും വിഷമങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിക്കുന്ന ദുഃഖങ്ങളെ വളരെ സുന്ദരമായി മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു. അതല്ല എങ്കിൽ നമ്മളതിൽ പരാജയപ്പെട്ടു. ആ പരാജയം ഈ ദുനിയാവിൽ മാത്രം നിൽക്കുന്നതല്ല, നാളെ പരലോകത്തെ ശാശ്വതമായ പരാജയമായി മാറാൻ സാധ്യതയുണ്ട് എന്നതാണ് നാം ചിന്തിച്ചു നോക്കേണ്ടത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം ആസ്വദിക്കാനുള്ളതാണ്. വനനബ്ലുവുക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, എന്നാൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. വ ഇലൈനാ തുർജഊൻ, അല്ലാഹുവിലേക്കാണ് നാം ഏവരും മടക്കപ്പെടേണ്ടതെന്നുള്ളതാണ്. നന്മ കൊണ്ടും തിന്മ കൊണ്ടും നമ്മളെ പരീക്ഷിക്കുന്ന ഈ ദുനിയാവിൽ, ഈ ദുനിയാവാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇത്തരം ആവശ്യങ്ങളിലേക്ക് പോകേണ്ടി വരും. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായും മാനസികമായും ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാവുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ സൃഷ്ടിച്ച, നമ്മെ സംവിധാനിച്ച അല്ലാഹു തന്നെ പറഞ്ഞു തന്ന കാര്യമാണ്. ഒരുപക്ഷെ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കാൻ മുട്ടുവേദനയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. അതുമുതൽ ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ മരുന്ന് മണക്കുന്ന മുറികളിൽ മാത്രം കഴിഞ്ഞുകൂടാൻ ഭാഗ്യമുള്ള, അതിനോട് വിധിക്കപ്പെട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായേക്കാം. ഇതെല്ലാം പ്രയാസങ്ങളാണ്. അല്ലെങ്കിൽ മാനസികമായി നമ്മളെ ഒരാൾ പറയുന്ന ഒരു കുത്തുവാക്ക് മുതൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെടുന്നത് വരെ വലിയ രൂപത്തിൽ നമ്മൾ വേട്ടയാടാറുണ്ട്. ഇതെല്ലാം പ്രയാസങ്ങളാണ്, ദുഃഖങ്ങളാണ്. പക്ഷേ അതെല്ലാം ഈ ദുനിയാവിലുള്ള ദുഃഖങ്ങളാണ്. ഈ ദുനിയാവിലെ ഓരോന്നും പരീക്ഷണമാണ് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. ചില ആളുകളൊക്കെ ഇത്തരമൊരു പ്രയാസം നേരിടുമ്പോൾ ഇതെന്തൊരു കഷ്ടമാണ്, ഞാൻ മാത്രം ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നത്, അള്ളാഹു ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുന്ന, അള്ളാഹു എന്തൊരു ക്രൂരനാണ്, ഈ വയനാട് ദുരന്തമൊക്കെ കണ്ടില്ലേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ, തങ്ങളുടെ വിശ്വാസത്തെ വരെ ബാധിക്കുന്ന രൂപത്തിലേക്ക് പലരുടെയും ഈ വിഷയത്തിലുള്ള അവരുടെ ആത്മഗതങ്ങൾ പോലും മാറുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹു എല്ലാം അവസാനിച്ചു കഴിഞ്ഞു, എനിക്ക് അള്ളാഹുവിനൊരു കാരുണ്യം ഇതുവരെ കിട്ടിയിട്ടില്ല, ഇത്ര കാലം ഞാൻ പ്രയാസപ്പെടുകയാണ്, പ്രയാസത്തിന് മേൽ പ്രയാസം, സാമ്പത്തികമായും ജോലി സംബന്ധമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ എന്നെല്ലാം ചിന്തിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ ദുനിയാവിലെ പരീക്ഷണത്തിൽ അവർ അതിൽ വീണു പോയിട്ടുണ്ടോ, ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ എന്ന കാര്യം ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് പറയുന്നുണ്ട്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഏതൊരു പ്രയാസത്തിനു ശേഷം, എത്ര വലിയ പ്രയാസങ്ങൾക്കു ശേഷം ഒരു എളുപ്പം വരാനുണ്ട്. ആ എളുപ്പത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു യഥാർത്ഥ മുഅ്മിനിൻ്റെ സ്വഭാവം, ആ ജബല്ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ സ്വഭാവം, അവൻ്റെ പ്രകൃതം എന്നത് അത് അത്ഭുതാവഹമാണ്, അത് അത്ഭുതമാണ്. അവന് എന്ത് കാര്യം ഒരു പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ അവൻ അതിൽ അള്ളാഹുവിനോട് ശക്കറ, നന്ദി കാണിക്കും. അവനൊരു ദുഃഖം നേരിടുന്നുണ്ടെങ്കിൽ, ഒരു സന്തോഷമുണ്ടെങ്കിൽ അവൻ നന്ദി കാണിക്കും, ഒരു ദുഃഖമുണ്ടെങ്കിൽ അവൻ അതിൽ ക്ഷമിക്കും. അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ ഈ ലോകത്തുണ്ടാവുന്ന സങ്കടങ്ങളിൽ എങ്ങനെയാണ് അവൻ മതിമറക്കുക? ആ സങ്കടമാണ് ഏറ്റവും വലുത്, അത് ആ നിരാശയാണ് തന്നെ ഏറ്റവും അധികം ബാധിക്കുന്നത് എന്നെങ്ങനെയാണ് ചിന്തിക്കുക? അതൊരിക്കലും നമുക്ക് ചേർന്നതല്ല. പല പഠനങ്ങളും പറയുന്നുണ്ട്, വിഷാദരോഗം വന്നു കഴിഞ്ഞാൽ അത്രമേലൊരു വ്യക്തി ഡിപ്രസ്ഡായി മാറുന്ന അവസ്ഥയിൽ അവൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുകയാണ്. സ്വന്തത്തെക്കുറിച്ചുള്ള ഞാനൊരു മൂല്യവുമില്ലാത്ത, എന്നെ ആർക്കും വേണ്ട, ഞാനിപ്പോൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ള ചിന്ത അവനിലേക്ക് വരികയാണ്. ആ ചിന്ത വരുന്നതോടുകൂടി അവൻ്റെ മനസ്സ് തകരും, അതിലൂടെ അവൻ്റെ ശരീരവും തകരും. അങ്ങനെയാണ് അവൻ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്നതാണ് പല പഠനങ്ങളും പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിലേക്ക് പോകാനുള്ള കാരണങ്ങളെപ്പറ്റി ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മളൊരിക്കലും ചിന്തിക്കേണ്ടതില്ല നമ്മളും അത്തരം സാഹചര്യത്തിലേക്കൊന്നും പോകില്ല, ഞാനൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് പറയുന്ന ആളുകൾ കൂടി ആലോചിച്ച് നോക്കേണ്ടത്, ഈ രൂപത്തിലുള്ള ചിന്താതികൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ, നമ്മുടെ മനോമുകുരങ്ങളിൽ ചെറിയ രൂപത്തിലെങ്കിലും മുളപൊട്ടാറുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തെപ്പറ്റി, ഈ ദുനിയവിയായ വളരെ നിസ്സാരമായ ഈ ജീവിതത്തെപ്പറ്റി എന്തെങ്കിലും ലക്ഷ്യത്തിനെ കുറിച്ചുള്ള ബോധമില്ലായ്മ, ആ ലക്ഷ്യത്തിൽ നിന്നും എപ്പോഴെങ്കിലും കുതറി മാറുന്ന, അതിൽ പിഴച്ചു പോകുന്ന, വഴി പിഴച്ചു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടോ എന്നതാണ്. നമ്മെ എവരും കാത്തിരിക്കുന്നത് നാളെ പാരത്രികമായി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത ആ സ്വർഗമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഭൂമിയിലെ പ്രയാസങ്ങൾ നമുക്ക് വലിയ രൂപത്തിൽ നേരിടാൻ കഴിയുന്നത്, അതൊരു പ്രയാസമായി മാറുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഈ ഭൂമിയിൽ ജീവിതവും മരണവും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയാണ് ഏറ്റവും നന്നായി നിങ്ങൾ അമലുകൾ ചെയ്യുന്നതെന്ന് പരീക്ഷ നോക്കാൻ വേണ്ടിയാണ്. ആ അമലുകളുടെ കാര്യത്തിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ വീഴ്ച എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. എന്നാൽ പരീക്ഷണം അത് ഈ ദുനിയാവിൽ അത് സ്വാഭാവികമാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ.
കുറച്ചൊക്കെ ഭയം കൊണ്ടും പട്ടിണി കൊണ്ടും കുറച്ച് നിങ്ങളുടെ വിഭവങ്ങളിലും സമ്പത്തിലും ശരീരത്തിലുമൊക്കെ കുറവുകളുണ്ടായിക്കൊണ്ടുമൊക്കെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, അവിടെ ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊന്നും വിശപ്പ് എന്നതിൻ്റെ കാഠിന്യം അനുഭവിച്ചിട്ടില്ല. ഇന്നും നമ്മൾ ഈ സന്തോഷത്തോടെ കഴിയുന്ന ഈ ജുമാക്ക് ശേഷം നമ്മൾ പോയി ഭക്ഷിക്കുന്ന ഇഷ്ടമുള്ള വിഭവങ്ങൾ ഇഷ്ടമുള്ള തോതിൽ നമുക്ക് കഴിയുന്നത് പോലെയൊക്കെ കഴിക്കുന്ന ആ ഭക്ഷണം അതിന്നും അപ്രാപ്യമായിട്ടുള്ള, ഒരിക്കലും കിട്ടാത്ത ഒരു സമുദായം ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ കൂടെ സഹവസിക്കുന്നുണ്ട് എങ്കിൽ ഫലസ്തീനിലെ ആ കുരുന്നുകൾ പട്ടിണി കിടന്ന് അവിടെ മരിക്കുന്ന ഒരവസ്ഥ വരെ ഓരോ ദിവസവും 20-30 ഒക്കെ കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യം ഇന്നത്തെ കാലത്തുമുണ്ട് എങ്കിൽ നമ്മളൊക്കെ എവിടെയാണ് നമുക്ക് പരീക്ഷിക്കപ്പെട്ടത്? നമുക്ക് എന്ത് പരീക്ഷണമാണ് ഇതുവരെ നേരിടാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒരു വലിയ വിഷയമല്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കൊന്നും അത്രമേൽ പരീക്ഷണം ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഇത്രയധികം പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പോലും ഹസ്ബുനല്ലാ എന്നവർക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈമാനിൻ്റെ കരുത്താണ് കാണിക്കുന്നത്. നമുക്കൊരു ചെറിയ പ്രയാസം വരുമ്പോഴും എങ്ങനെയാണ് ഹസ്ബുനല്ലാ നമുക്ക് മറന്നു പോകാൻ സാധിക്കുക? ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. നാം ഏവരും ലക്ഷ്യം വെക്കുന്നത് പരലോകമാണ്, സ്വർഗമാണ് എന്ന ബോധ്യമാണ് ഒന്നാമതായി നമുക്ക് ഉണ്ടാവേണ്ടത്. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ഖളാ ഖദറിലുള്ള വിശ്വാസമാണ്. നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് അള്ളാഹുവിൻ്റെ വിധികളിലും വിലക്കുകളിലും വിശ്വസിക്കുക എന്നത്. പലപ്പോഴും ഈ വിഷയത്തിൽ ഒരു വ്യക്തി വിഷാദ രോഗത്തിലേക്ക് പോകുന്നതിനെ പറ്റി പണ്ഡിതന്മാർ പറയുന്നത് 2 രൂപത്തിലാണ് അവനെ വിഷാദം ബാധിക്കുക, അല്ലെങ്കിൽ നിരാശ ബാധിക്കുക. ഒന്ന്, അവൻ്റെ കഴിഞ്ഞു പോയ അവൻ്റെ ഭൂതകാലത്തെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അതിലെ അവനെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടുള്ള സങ്കടമാണ് അവനെ ബാധിക്കുക. 2, അവന് ഭാവിയിൽ വരാനിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുള്ള പേടിയാണ് അവനുള്ള പ്രശ്നം. ഈ സങ്കടവും ഭാവിയിൽ ഭൂതകാലത്തെ സങ്കടവും ഭാവിയിൽ വരാനിരിക്കുന്ന പേടിയുമാണ് അവനെ ഏറ്റവും അധികം ഈ നിരാശയിലേക്കും പിന്നീട് ആത്മഹത്യയിലേക്കുമൊക്കെ എത്തിക്കുക എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് സ്വർഗത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവിടെ നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് ആലോചിച്ചൊരു പേടിയുമില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങളുടെ ഭൂതകാലത്തെ ആലോചിച്ച് ഒരു സങ്കടവും നിങ്ങൾക്ക് അവിടെ നേരിടാനില്ല. അത്രമേൽ സുന്ദരമായ സ്വർഗമാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നതാണ് നമ്മുടെ ഖളാ ഖദറിൻ്റെ അടിസ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, നാളെ ജോലി തെറിക്കും, അത് തെറിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നിശ്ചയിച്ചതാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. ഓരോ നമസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, അള്ളാഹുവേ, നീ ഒരു കാര്യം തരാൻ തീരുമാനിച്ചാൽ അത് തടയാൻ ഒരാൾക്കും കഴിയില്ല. നീ ഒരു കാര്യം തടയാൻ തീരുമാനിച്ചതെങ്കിൽ അത് തരാനും ഒരാൾക്കും കഴിയില്ല. നീ നിശ്ചയിച്ചത് മാത്രമേ ഇവിടെ നടക്കൂ എന്ന ബോധ്യമുള്ളൊരു വ്യക്തിക്ക് എങ്ങനെയാണ് അതിൽ പിഴവ് സംഭവിക്കുക? മറ്റൊന്ന് നമ്മൾക്കുണ്ടാവേണ്ട ചിന്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി ബോധ്യമുള്ള ഒരു ചെറിയ ചിന്തയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നിരാശയിലേക്ക് പോകാൻ കഴിയുക? സഹോദരൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇരിക്കുന്ന ഈ ഒരു ഇരുത്തം, ഒരുപക്ഷെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളൊരു കുഞ്ഞായി മാറി 22-ാമത്തെ ദിവസം മുതൽ മിടിച്ചു തുടങ്ങിയ നമ്മുടെ ഹൃദയം, ആ ഹൃദയം അതിൻ്റെ മിടിപ്പ് അവസാനിക്കുന്നത് നമ്മുടെ മരണസമയത്താണ്. അത്രമേൽ സമയം നമ്മൾ പോലും അറിയാതെ ഒരുപക്ഷെ നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ട്, നമ്മൾ ശ്വസിക്കുന്നുണ്ട്, നമ്മുടെ കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തഹ്സുഹാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അത് എത്ര നിസ്സാരമായി നിങ്ങൾ കാണുന്നതാണെങ്കിലും അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ ലാ തഹ്സുഹാ, നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. അത്രമേൽ അനുഗ്രഹീതരായ നമ്മൾ സഹോദരൻ ആലോചിച്ച് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളൊരു കുഞ്ഞായിരിക്കെ ഉമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഇരുട്ടറകളിൽ എങ്ങനെയാണോ നമ്മളെ സംരക്ഷിച്ചത്, ആ അള്ളാഹു ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കണ്ടനാടിയേക്കാൾ നമ്മെ അടുത്തുള്ള ആ റബ്ബിനെ വിസ്മരിച്ചുകൊണ്ട് ഒരു മുസ്ലിമിന് ഒരിക്കലും ആത്മഹത്യ പോലുള്ള അവൻ്റെ നിരാശയുടെ പടുകുഴിയിലേക്ക് ഒരിക്കലും അവൻ ചെന്ന് ചാടുകയില്ല എന്നത് തീർച്ചയാണ്. മറ്റൊന്ന് അള്ളാഹുമായുള്ള ബന്ധമാണ്. അതിലെന്തെങ്കിലും പിഴവ് സംഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ഒറ്റപ്പെടൽ അവനെ ആത്മഹത്യയിലേക്ക് പോലുള്ള പല വിഷയങ്ങളിലേക്കും എത്തിക്കും. പരിശുദ്ധ ഇസ്ലാമിനൊരു കൽപ്പന, നിങ്ങൾ ഒറ്റപ്പെടലാണ് ആത്മഹത്യയാണല്ലോ എന്നാണ് പുതിയ കണക്കുകൾ. ഒറ്റപ്പെടൽ ആത്മഹത്യയിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്, ലോൺലിനെസ്. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. എങ്ങനെ? ആർക്ക് മുമ്പിൽ? നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കണം, നിങ്ങൾ ഒറ്റയ്ക്കാവണം, അവനോട് തേടണം, പ്രാർത്ഥിക്കണം, കരഞ്ഞ് മനമുരുകി പ്രാർത്ഥിക്കണം. നമസ്കാരത്തിൽ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം പിടയ്ക്കണം എന്ന് അള്ളാഹു റസൂൽ കൽപ്പിക്കുമ്പോൾ സഹോദരൻ, നമ്മുടെ നമസ്കാരം എവിടെ എത്തി നിൽക്കുന്നുണ്ട്? നമ്മുടെ നമസ്കാരത്തിൽ ഞാൻ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. ഓരോ ദിവസവും നമസ്കാരത്തിൽ 17 തവണ നിർബന്ധമായും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് മറുപടി പറയുന്നുണ്ട്, ഹമിദനി അബ്ദി, അള്ളാഹുവെ നീയാണ്, നിനക്കാണ് സർവ്വസ്തുതിയും എന്ന് പറയുമ്പോൾ എന്നെ എൻ്റെ അടിമ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ആ മറുപടിയിൽ നമ്മളും ഭാഗമാകുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ പലപ്പോഴും ഇത്തരം പ്രയാസങ്ങൾ ബാധിക്കുന്നത്? നമ്മുടെ നമസ്കാരങ്ങൾ അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തു പോകുന്നുണ്ട്.
എവിടെയാണോ നമുക്ക് അവിടെ പിഴവ് സംഭവിക്കുന്നത് അത് തിരുത്താനുള്ള നമ്മുടെ നിരാശകൾക്കുള്ള ഒരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നമസ്കാരം. അത് ആ രൂപത്തിൽ മാറാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ, ജീവിതത്തിലൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, ഒരു ദുഃഖം നമുക്ക് നേരിട്ട് കഴിഞ്ഞാൽ, നേരിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന അത്തരം ചിന്തകൾ വരുന്ന ഒരു നിമിഷം കൊണ്ട് തന്നെ അത്തരം ഒരു അബദ്ധമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ആളുകൾ ഇസ്ലാമികമായി എന്താണ് അതിൻ്റെ വിധി എന്നുകൂടി അറിയേണ്ടതുണ്ട്. ആത്മഹത്യയെ അല്ലെങ്കിൽ സ്വന്തത്തെ ഇല്ലാതാക്കുന്നതിനെ ഗുരുതരമായൊരു പാപമായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നത്. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുത്, അതിനെ കൊലപ്പെടുത്തി ഇല്ലാതാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു വ്യക്തി അവന് ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞു, ആ മുറിവ് പറ്റിയതിന് ശേഷം ആ മുറിവ് പറ്റി എന്നതുകൊണ്ട് അവൻ പോയി ആത്മഹത്യ ചെയ്തു. ആ ഒരു വ്യക്തിയെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ മുറിവ് കാരണം ആത്മഹത്യ ചെയ്ത ആ വ്യക്തിയെ പറ്റി അല്ലാഹു പറയുകയാണ്, ബദറനി അബ്ദി ബിനഫ്സി ഹറംതു അലൈഹിൽ ജന്ന. ആ വ്യക്തി, അവൻ എൻ്റെ അടിമ, അവൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിൽ എന്നെ മറികടക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് തന്നെ അവന് സ്വർഗത്തെ ഞാൻ നാളെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആത്മഹത്യ ചെയ്ത വ്യക്തി അവൻ ഏത് രൂപത്തിലാണോ ആത്മഹത്യ ചെയ്തത് അതേ രൂപത്തിൽ നാളെ പരലോകത്ത്, നാളെ നരകത്തിൽ ആ രൂപത്തിൽ തന്നെ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു മലമുകളിൽ നിന്ന് ചാടുകയാണെങ്കിൽ അവൻ ചാടിക്കൊണ്ടേയിരിക്കും, ഒരു കത്തി കൊണ്ട് കുത്തുകയാണെങ്കിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന്, അത്തരത്തിൽ വളരെ മോശമായ ശിക്ഷ അവനുണ്ടായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ മയ്യത്തിൻ്റെ ജനാസ എത്തിയപ്പോൾ അതിനെ നമസ്കരിക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഗുരുതരമാണ് ഈ വിഷയം. സ്വന്തത്തെ ഹനിക്കാൻ, അതിനെ വധിക്കാൻ ഒരാൾക്കും അധികാരമില്ല എന്ന ബോധ്യം നമുക്കുണ്ടാവുക. യഥാർത്ഥത്തിൽ ഇത്തരം ചിന്തകൾ വരാനുള്ള കാരണം നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലായ്മയാണ്. അതുപോലെ തന്നെ നമ്മളെ പരലോകത്തെക്കുറിച്ചുള്ള, ഈ ജീവിതത്തിന് ശേഷം ഒരു ലോകം വരാനുണ്ട് എന്നും അതാണ് യാഥാർത്ഥ്യമെന്നുള്ള ബോധ്യമില്ലായ്മയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനവും മനനവും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അത്തരം ചിന്തകൾ ഒരിക്കലും നമുക്ക് വരാതിരിക്കാനുള്ള എല്ലാ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജീവിതത്തിലെ ഏതേത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മോട് കൽപ്പിച്ചത്, എന്താണ് വിരോധിച്ചത്, എവിടെയാണ് നാം നിൽക്കേണ്ടത് എന്ന് കൃത്യമായ കൽപ്പനകളുള്ള ആളുകളാണ് വിശ്വാസികൾ. അവിടെ വളരെ കൃത്യമായി നിൽക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഒരിക്കലും നാം അനുഭവിച്ച പ്രയാസങ്ങളാണ് ഏറ്റവും വലുത് എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഞാനും നിങ്ങളുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നേ വരെയുള്ള കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടായ പ്രയാസങ്ങൾ നമുക്ക് ഭയങ്കര സംഭവമായി തോന്നാം. ഞാൻ അനുഭവിച്ച അത്രയൊന്നും മറ്റവൻ അനുഭവിച്ചിട്ടില്ലല്ലോ, എൻ്റെ അയൽവാസി അനുഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ നാം ചിന്തിച്ച് നോക്കേണ്ടത് നമ്മെക്കുറിച്ചല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ട അടിമകളായ അവൻ്റെ അമ്പിയാക്കളെക്കുറിച്ചും ഔലിയാക്കളെക്കുറിച്ചും ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളായ നമ്മുടെ പ്രവാചകന്മാരൊന്നും അനുഭവിച്ച അത്രയും നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല. നീണ്ട 14 വർഷം രോഗിയായിക്കൊണ്ട് തൻ്റെ കുടുംബവും നാടുമൊക്കെ തന്നെ ഒറ്റപ്പെടുത്തി മാറി നിന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം, താൻ തൗഹീദാണ് പറഞ്ഞത് എന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കി ഏറ്റവും ഒടുവിൽ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മത്സ്യത്തിൻ്റെ വായിലാകപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതെ പരീക്ഷിക്കപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം, നുബുവത്തിന് ശേഷം 40-ാമത്തെ വയസ്സിന് ശേഷം ശാരീരികമായും മാനസികമായും സമാനതകളില്ലാത്ത ക്രൂരതകൾ അനുഭവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരൊന്നും അനുഭവിച്ചത്ര ഒരിക്കലും അതിൻ്റെ 100-ൽ1 അംശം പോലും നമുക്ക് അനുഭവിക്കാൻ ഉണ്ടായിട്ടില്ല. നമ്മുടെ കുടുംബത്തെ വിട്ട് ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ നമ്മുടെ ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ ജോലി ഉപേക്ഷിച്ച്, നമ്മുടെ സമ്പത്ത് ഉപേക്ഷിച്ച്, നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഹിജ്റ ചെയ്യൂ എന്ന് നമ്മുടെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അടുക്കൽ ഒരു ശത്രു സൈന്യം നിങ്ങൾ നേരിടാൻ വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് ജീവൻ ത്യജിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ജനിച്ച നമ്മോടാരും പറഞ്ഞിട്ടില്ല. നമുക്ക് നേരിടാനുള്ളത് മാനസികമായും ശാരീരികമായിട്ടൊക്കെയുള്ള വളരെ നിസ്സാരമായ ചില പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് നമ്മെ സൃഷ്ടിച്ച അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അതിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ, ആ പ്രയാസങ്ങൾ അതല്ല ഏറ്റവും വലുതെന്ന് ചിന്തിക്കാൻ, അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമുണ്ടാവുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. ഒരു ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ, ഒരു പ്രയാസം കണ്ടു കഴിഞ്ഞാൽ, ഒരു മരണ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഇന്നാ ലില്ലാഹ്, ഇതെല്ലാം അള്ളാഹുലേക്കാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും നമ്മൾ മടക്കപ്പെടുന്നതും അള്ളാഹുലേക്ക് തന്നെയാണ് എന്ന് പറയുന്ന ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ,
അള്ളാഹുവെ, എന്നെ ഈ ഉറക്കത്തിൽ നിന്നും ഉണർച്ചയിലേക്ക്, ഈ പ്രഭാതത്തിലേക്ക്, ഒരു മരണത്തിന് ശേഷം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന റബ്ബേ, നിനക്കാണ് സർവ്വസ്തുതിയും, നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കപ്പെടുന്നത് എന്ന് ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് പ്രയാസമുണ്ടാവുക? ഒരിക്കലും നമ്മൾ ആ രൂപത്തിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, നമ്മെ ലക്ഷ്യബോധത്തിൽ നിന്നും തെറ്റിക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതിൽ നിന്ന് മാറി നിൽക്കാനും കൃത്യമായി അള്ളാഹുലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ ഖദാറിലും ഖദറിലും ഒക്കെയുള്ള വിശ്വാസത്തെ ഏറ്റെടുക്കുന്ന ആളുകളായിക്കൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റി കൃത്യമായ ധാരണയുള്ള ആളുകളായി മാറാനും അള്ളാഹുമായുള്ള ബന്ധം, നമ്മുടെ നമസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഏകോപിച്ച് കൊണ്ടുപോകുന്ന അതിൽ ചിട്ടയുള്ള ആളുകളായി മാറുവാനും നമ്മുടെ ആത്മഹത്യ പോലുള്ള ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റിയും എല്ലാ ധാരണകളും, എന്താണ് ഇസ്ലാം ഓരോ വിഷയത്തിലും പറയുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ പഠനവും ഒക്കെയുള്ള ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കൃത്യമായി പാലിക്കുന്ന, അള്ളാഹുവിൻ്റെ വിരോധനങ്ങളെ കൃത്യമായി മാറ്റി നിർത്തുന്ന ആളുകളായി നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുവാനും നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ, അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി നമ്മയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആയുസ് അത് എത്ര കാലമാണോ ഹൈറാവുന്നത് അത്രയും കാലം അള്ളാഹു നമുക്ക് നീട്ടിത്തരുമാറാകട്ടെ. എപ്പോഴാണോ മരണം നമുക്ക് ഹൈറാവുന്നത് ആ സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികളുടെ ആളുകളായി മരണത്തെ അഭിമുഖീകരിക്കാനും അത് സ്വാംശീകരിക്കാനും അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.